ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. ഒരു കാര്യമല്ല, കുറച്ച് കാര്യങ്ങൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഈ ക്രച്ചസ്, ഈ ഒരു വടി ഉണ്ടാക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും കൂടുതലാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കിട്ടിയ അടുത്ത് കിട്ടിയ ഏറ്റവും നല്ലൊരു സമ്മാനം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു കാര്യമാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാനുള്ള ഒരു ചെറിയ കാര്യം പോലും ചെയ്യണമെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ പോലും ഞാൻ ഇവിടെ കിടന്ന് ആരെങ്കിലും എൻ്റെ റൂമിൽ നിന്ന് ആരെങ്കിലും വിളിക്കണം, എനിക്കൊന്ന് എടുത്തു തരും എന്നൊക്കെ. ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് മാറുന്ന ഒരു ലൈഫ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. എനിക്ക് ഏറ്റവും എന്നെ ഏറ്റവും കൂടുതൽ വിഷമമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മള് പുറത്തൊക്കെ പോകുന്നത്, ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീഡം അതില്ലാണ്ടായി. ഈ ഒരു ഒരൊറ്റ അടിക്ക് നമുക്കത് നഷ്ടപ്പെടുകയാണ്. നമുക്കെന്നല്ല, എനിക്കത് നഷ്ടപ്പെടുകയാണ് ഒരു ഒരു ദിവസം കൊണ്ട്. ഇപ്പൊ 10 മാസത്തോളായി ഞാനിങ്ങനെ ഈ വടിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് അതിൽ നിന്ന് ഇങ്ങനെ റിക്കവറായി വരുന്നുള്ളൂ. ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആക്സിഡന്റ് ഒന്നും അല്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണ്, ഇങ്ങനെ ടേൺ ചെയ്യാണ് എന്നുള്ളതൊക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു നിമിഷം കൊണ്ടും ഇങ്ങനെ നിന്നു പോയിട്ട് ഇനി വീണ്ടും ആദ്യം എന്ന് നമ്മളൊരു പുതിയൊരു ലൈഫ് പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ തുടങ്ങാറുണ്ട്. അപ്പൊ എനിക്ക് ഇത് ആക്സിഡന്റ് പറ്റി ഇപ്പൊ ഇവിടം വരെ എത്തി, 8 സർജറി ഒക്കെ കഴിഞ്ഞു, എന്നിട്ടും റിക്കവർ ആയിട്ടില്ല. ഇനിയും ഉണ്ട് 2-3 സർജറിയും കാര്യങ്ങളും ഒക്കെ. എന്ത് ചെയ്യണം എന്ന് ചില സമയത്തൊക്കെ പോയിട്ടുണ്ട്. ചില സമയം ഞാൻ ഇനി മതി, എനിക്ക് ഇങ്ങനൊരു, അതായത് എനിക്ക് മടുത്തു പോകും. നമ്മളെ വീട്ടുകാരല്ല, എല്ലാവരും ഒക്കെ കൂടി കുറ്റപ്പെടുത്തുന്ന ഒരു ടൈം വരും. ചെറിയൊരു കാര്യത്തിന് ചിലപ്പോ അവര് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യണത്, എനിക്കൊന്ന് ചെയ്തു തരൂ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു റിയാക്ഷനും നമ്മളെ മൊത്തത്തിലൊരു ഡിപ്രഷൻ ആക്കും. നമ്മൾ ഈ ഒരു കട്ടിലയില് തന്നെ എത്ര കാലം ഇനി എങ്ങനെ, ഒന്നും അറിയാത്ത ഒരു കാര്യം. അപ്പൊ ഞാൻ ഇനി തുടങ്ങുകയാണെങ്കിൽ, എന്റെ ലൈഫിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ, ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി അതാണ്. ഒരു ഫിസിയോയ്ക്ക് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ റിക്കവർ ആവും, ആര് റിക്കവർ ആവാൻ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു ആക്സിഡന്റ് പറ്റി എല്ലാവരും ചോദിക്കായിരുന്നു എന്റെ അടുത്ത്. നിനക്ക് നീ എന്താ ചെയ്യണേ? അപ്പൊ ഞാൻ പറയും ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ചിരിക്കും. ഇനി വേറെ ആരും വേണ്ടല്ലോ എന്നവര് പറയും. ഇപ്പൊ ഞാൻ ഈ ഒരു വടിയുടെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു കാര്യം. അതിന്റെ കൂടെ എന്റെ ജീവിതത്തിൽ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ള രോഗികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവർക്ക് എക്സസൈസ് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ ഒരു ആഴം കുറച്ചൊക്കെ അറിയാവുന്നുള്ളൂ. പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിന്റെ ആഴം എത്രമാത്രമാണെന്ന് മനസ്സിലാവുന്നത്. നമുക്കൊരു ഈ ഒരു ഫ്രീഡം, അതായത് നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്രീഡം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അതിന്റെ കൂടെ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലെസ്ഡ് മൊമെന്റ് ആണ്. ഇങ്ങനെ ഒരു ട്രാജഡി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. നമ്മൾ നല്ല രീതിയിൽ ഫിൽറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളവരാരൊക്കെയാണ്, നമ്മുടെ ജീവിതത്തിൽ ഇനി ആരൊക്കെ ഉണ്ടാവും. ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ പ്രതീക്ഷിക്കില്ല അവരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവരുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ. പക്ഷെ എന്റെ ലൈഫിൽ ഒരു റിയലൈസേഷൻ വന്നേക്കുന്നത് ഈ സമയത്താണ്. എന്റെ കൂടെ ആരൊക്കെ ഉണ്ട്, ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇനി എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്. ഇപ്പൊ എനിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും, പുറത്തൊരു മഴയാണ് പെയ്യുന്നതാണെങ്കിൽ പോലും എനിക്ക് അതിൽ വളരെ ഒരു സന്തോഷം. ആ ഒരു ചെറിയ ചെറിയ സന്തോഷം ഞാൻ ജീവിതത്തിൽ ആസ്വദിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങളും ഇതുപോലെ ഇങ്ങനെ മൊബിലിറ്റി, അതായത് ഇപ്പൊ എന്നെ പോലെ ആക്സിഡന്റ് കഴിഞ്ഞവരും ആരെങ്കിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ മൊബിലിറ്റി നഷ്ടപ്പെട്ട് ഇരിക്കുന്നവരൊക്കെ. അപ്പൊ അവർക്കൊക്കെ
എനിക്ക് എന്റെ വീഡിയോസ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് പറ്റാവുന്ന എക്സസൈസുകൾ, സ്ട്രെങ്തനിങ് എക്സസൈസ്, സ്ട്രെച്ചിങ്, മൊബിലിറ്റി എങ്ങനെ കൂട്ടാം, ഇംപ്രൂവ് ചെയ്യാം, നമ്മുടെ ഡെയിലി ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ പറയുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു റിക്കവറി ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്റെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസും എല്ലാം നിങ്ങളുടെ അടുത്തും കൂടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഇതേപോലെ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കുറച്ചധികം വിശേഷങ്ങളൊക്കെ ആയിട്ട് ബൈ.